നമ്മുടെ വീട്ടിലൊക്കെ പ്ലാന്റഡ് അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണോ? സി ഈ ഒരു ഡിഫിക്കൽട്ടായുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ വീടുകളിൽ പ്ലാന്റഡ് അക്വേറിയം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഒരു അക്വേറിയം വേണം, വീടുകളിൽ വേണം എന്നുള്ള ആൾ ആദ്യമേ ചിന്തിക്കുന്നത്. വീടുകളിൽ പ്ലാന്റഡ് അക്വേറിയം കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ യെസ്, എല്ലാ വീടുകളിലും പ്ലാന്റഡ് അക്വേറിയം നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാം. പക്ഷേ ഏത് തരത്തിലുള്ള പ്ലാന്റഡ് അക്വേറിയം വേണം എന്ന് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അത് ചൂസ് ചെയ്യാനായിട്ടുള്ള മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് നമ്മൾ ഈ അക്വേറിയത്തിനെ ഒരു ഹോബി ആയിട്ടാണ് കാണുന്നത്, അല്ല ഈ അക്വേറിയത്തിന് നമ്മളൊരു ഷോ പീസ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് സമയമുണ്ടോ ഇല്ലയോ, ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടോ ഇല്ലയോ. സോ ഈ ഒരു ആൻസേഴ്സ് വെച്ചുകൊണ്ട് വേണം നമുക്ക് ഏത് തരത്തിലുള്ള പ്ലാന്റഡ് അക്വേറിയം വീടുകളിൽ നമ്മുടെ വീടുകളിൽ വേണമെന്ന് ചൂസ് ചെയ്യാൻ. അങ്ങനെ റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ഒരിടത്തൊരു പ്ലാന്റഡ് അക്വേറിയം കണ്ടു, അവർക്കത് ഇഷ്ടപ്പെട്ടു, അവർക്കതിൽ ഇറങ്ങാൻ താല്പര്യമുണ്ട്. പക്ഷെ സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ടൈപ്പ് അക്വേറിയം ആയിരിക്കും സജസ്റ്റ് ചെയ്യാം? അതാണ് ഞാൻ അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരാൾക്കൊരു അക്വേറിയം കണ്ട് ഇഷ്ടപ്പെട്ടു, ഫൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഏത് തരം അക്വേറിയമാണ് അത്? ഇപ്പം പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മുടെ ബാക്ക് വാട്ടറിൽ വാക്കിംഗ് ചെയ്ത് വന്നിട്ട് ആൾക്കാർ ചോദിക്കുന്നത് വാവ്, ഇതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ അക്വേറിയമാണ്, എനിക്ക് വേണം. മേ ബി അവർ ഒരു പിക്ചർ ആയിരിക്കും കാണുന്നത്, പക്ഷെ അവർക്ക് ഇത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്, ഇതിനകത്തുള്ള എക്യുപ്മെന്റ്സ് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ്റനൻസ് റെജീം എന്താണ്, ഇതൊന്നും അറിയാതെ ആയിരിക്കും വരുന്നത്. നമ്മൾ ഹോണസ്റ്റ് ആയിട്ട് അവരെക്കുറിച്ച് ആദ്യം പഠിക്കും. നിങ്ങൾ വർക്കിംഗ് ആണോ, ട്രാവലിംഗ് ആണോ കൂടുതൽ, നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാമോ കൂടുതൽ. ഇപ്പം ആൻസർ അല്ല എന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലോ ടെക് ആയിട്ടുള്ളൊരു അക്വേറിയം സജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്ലാൻസ് വെച്ചുകൊണ്ടുള്ള അക്വേറിയംസ് സജസ്റ്റ് ചെയ്യും. അതല്ല, അപ്പോഴേക്ക് ടൈം ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറാണ്, അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ക്ഷമയുണ്ട്, സമയമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് അവേ ഹൈടെക് അക്വേറിയത്തിലൂടെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ടാങ്ക് എന്ന് പറഞ്ഞു. ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ടാങ്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡച്ച് സ്റ്റൈൽ സ്കേപ്പ് എന്നൊരു ടാങ്ക് ഉണ്ട്. അത് ഈസി മെയിൻ്റനൻസ് അല്ല, അതിന് ഒരുപാട് ടൈം കൊടുക്കണം. ഫോക്കസ് ഈസ് ഹെവിലി ഓൺ പ്ലാന്റ്സ്. നേരെ മറിച്ച് നമുക്കൊരു ഇവഗൂമി എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ സ്കേപ്പ് ഉണ്ട്. അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഹാർഡ് സ്കേപ്പ് ആണ് മെയിനായിട്ട് വരുന്നൊരു ഘടകം എന്ന് പറയുന്നത്. പക്ഷേ കാർപ്പറ്റിംഗ് പ്ലാന്റ്സ് ആണ് വെക്കുന്നത്. അതിൻ്റെ മെയിൻ്റനൻസ്, ആ പ്ലാന്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുമല്ല, നമുക്കൊരു ഹാർഡ് സ്കേപ്പ് ഹെവി പക്ഷേ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള പ്ലാന്റ്സ്, ലോ ഡിമാൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അത് വെച്ചിട്ടുള്ള ഒരു അക്വേറിയം ആണെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് അതിലും കൂടുതൽ ഈസി ആയിരിക്കാം. ഇനി ഇതൊന്നുമല്ല, എനിക്ക് ഫിഷ് ആണ് മെയിൻ ഫോക്കസ്, എനിക്ക് ബാക്കിൽ കുറച്ച് വാലിസ്നേരിയ പോലത്തെ കുറച്ച് പ്ലാന്റ്സ് മതി എന്നുള്ള ഒരു കാറ്റഗറി ആണെങ്കിൽ യെസ്, അതിലോട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. സോ everything actually depends not on the aquarium but to start with the person who is to take care of it.